നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസ്സിനുള്ളിൽ ഒരു കുഞ്ഞു സംഘി ഒളിച്ചിരിപ്പുണ്ടോ? എൻ്റെ ചോദ്യത്തിൻ്റെ മുന മനസ്സിലായി കാണും. സാറ് സുപ്രഭാതം പത്രം കണ്ടില്ലേ? സമസ്തയുടെ പത്രമാണ്. അതിൻ്റെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ ഒരു സൂചന പറയുന്നുണ്ട്. അതെ, അതായത് ഈ ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അവർ മുഖപ്രസംഗം കഴിഞ്ഞ ദിവസം എഴുതിയത് പിണറായി വിജയൻ ഒരു സംഘി, അതായത് മുസ്ലിം ചാപ്പ പൂഞ്ഞാറിലെ സമരം കുട്ടികൾ നടത്തിയ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികളെന്ന് പറയാവോ സാർ? എന്നാണ് മുഖപ്രസംഗത്തിൽ ചെറുപ്പക്കാർ. അതായിരിക്കും കാരണം. കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നഴ്സറി കുട്ടികളോ അല്ലെങ്കിൽ LP സ്കൂളിൽ പഠിക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 27 പ്രതികളുണ്ട്. അതിൽ 18 പേർ പ്രായപൂർത്തിയായവർ, 18 വയസ്സ് കഴിഞ്ഞവരാണ്. ബാക്കി 10 പേർ 17 വയസ്സങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അതായത് ലൈസൻസ് എടുക്കാൻ പ്രായമായിട്ടില്ല എന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് അവരെ കുട്ടികളെന്ന് വിളിക്കണ്ട. മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ആ കൂട്ടത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് മുഖപ്രസംഗം. അല്ല, ഈ അപ്പോഴത്തേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ തെറ്റെന്നായിരിക്കും ഇവർ സ്ഥാപിക്കാൻ പോകുന്നത്. മറ്റേ മടവൂരിൻ്റെ പ്രതികരണത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് പിണറായി പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, അവിടെ കാണിച്ച തെമ്മാടിത്തരമാണ് എന്ന് പിണറായി ആഞ്ഞടിച്ചത്. അതാണല്ലോ ഈ മുഖപ്രസംഗത്തിന് കാരണം. അപ്പോൾ ഒരു ദുരൂഹമായൊരു കാര്യമുണ്ട്. അപ്പോൾ പിണറായി പറഞ്ഞത് തെറ്റാണ്. കേരളത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളൊന്നുമില്ല, ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മളാണ് ഇത് 2-3 തവണ ചർച്ച ചെയ്തത്. പറഞ്ഞത് കളവാണെന്ന് സ്ഥാപിക്കാൻ സുപ്രഭാതത്തിന് എളുപ്പത്തിൽ കഴിയും. ആ കേസിൽ പ്രതികളായ എല്ലാവരുടെയും പേരൊന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി. അതെ, അത് പ്രസിദ്ധീകരിക്കുന്നില്ല സർക്കാരും. കാരണം സർക്കാർ ഇപ്പോൾ സർക്കാർ പറഞ്ഞത് തെറ്റാണെങ്കിൽ സുപ്രഭാതം ചെയ്യണ്ടേ? അതായത് കേരള നദ്വത്തുൽ മുജാഹിദ്ദീന്റെ നേതാവാണ് ഹുസൈൻ മടവൂര്. പണ്ഡിതനാണ്. അത് ഒരു അറബി കോളേജിന്റെ പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നു, ഡോക്ടറേറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പണ്ഡിതൻ കഴിഞ്ഞ ദിവസം എല്ലാ മുസ്ലിം സംഘടനകളുമായിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിന്റെ ഇടയ്ക്കാണ് ഈ ഒരു വിഭാഗത്തിന് മുഖാമുഖം ഹുസൈൻ മടവൂര് ആരോപിച്ചത് ആരോപിച്ചത് ചെയ്തത് ശരിയായില്ല. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് തെമ്മാടിത്തരമാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അച്ഛന്റെ മേലേക്ക് ഇവര് ബൈക്ക് റേസ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫാദറിനെതിരെ വണ്ടി കയറ്റി. ചെറുപ്പക്കാരുടെ സെറ്റ് മുസ്ലിങ്ങൾ മാത്രമാണ്, എല്ലാവരും ഒന്നും അതിലില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് പേര് പുറത്തുവിടാത്തത് മതസൗഹാർദ്ദം കരുതിയാണ് എന്നും പറഞ്ഞു. ഇതാണ് സുപ്രഭാതത്തിന് ശോഭിപ്പിച്ചിരിക്കുന്നത്. അവര് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ പേരെടുത്ത് പറഞ്ഞാണ്. പല മുഖപ്രസംഗത്തിൽ പല ഭാഗത്തും പിണറായി വിജയന്റെ പേരെടുത്തു പറഞ്ഞിട്ട് പറയാണ് പിണറായി വിജയൻ അക്രമികൾക്ക് മുസ്ലിം ചാപ്പകുത്തുകയാണ്. അല്ല, മുസ്ലിങ്ങൾ അക്രമികളായാൽ മുസ്ലിം ആണെന്ന് പറയാൻ പാടില്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവര് വാദിക്കുന്നത് അത് അവര് മാത്രമല്ലായിരുന്നു. അല്ല സാർ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദിനപത്രമല്ലേ, അവർക്ക് വാർത്ത ശേഖരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവിടെ ലേഖകരുണ്ടാവും. അതുവഴി ഇതിൽ പ്രതികളായ ഇനി ആകാത്ത, അതായത് 18 വയസ്സ് ആകാത്ത കുട്ടികളുടെ പേര് മാറ്റി നിർത്തിയിട്ട് 18 വയസ്സ് പൂർത്തിയായവരിൽ എത്ര മുസ്ലിമുണ്ട്, എത്ര ക്രിസ്ത്യനുണ്ട്, എത്ര ഹിന്ദു ഉണ്ടെന്ന് പറയാമല്ലോ. അവർക്ക് പറയാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്താനല്ലോ പത്രമാണ്. അത് ചെയ്യട്ടെ. അവര് ചെയ്യുന്നില്ല. ഈ മുഖപ്രസംഗത്തിനൊപ്പം അതുകൂടെ ചെയ്യണമായിരുന്നു. അവര് പറയുന്നു പിണറായി വിജയൻ ഒരു സംഘ് പരിവാർ രീതി അവലംബിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. മതവും നിറവും നോക്കി മുഖ്യമന്ത്രി താഴ്ന്നു, വർഗീയവാദിയെ പോലെ സംസാരിക്കുന്നു. ഇത് ആരുടെ കയ്യടി നേടാനാണ് പ്രവാദം ചോദിക്കുകയാണ്. അതെ അതെ. അപ്പോൾ മുസ്ലിങ്ങൾ പ്രതിയായാൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പോലീസും ഒക്കെ ചെയ്യുന്നത് പോലെ അവരുടെ പേര് പറയാൻ പാടില്ല, അല്ലേ? പറഞ്ഞിരുന്നില്ല. ഞാൻ വീട്ടിൽ വരുത്തുന്ന മലയാള മനോരമ പേര് പറഞ്ഞു. മുസ്ലിങ്ങളാണെന്നും പറയാൻ പാടില്ല. അത് മുഖ്യധാര മാധ്യമങ്ങൾ സിംഹത്തിന്റെ കാര്യത്തിലും പറയുന്നില്ലെന്ന്. അല്ല, മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞുപോയി. മുഖ്യമന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങളാണ്, മറ്റാരും ഇല്ലായിരുന്നു, തെമ്മാടിത്തരമാണ് പറഞ്ഞു. അപ്പോൾ പള്ളിക്കെതിരെയാണെന്നും പറഞ്ഞു. അതെ, ക്രിസ്ത്യൻ. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രതികളായാൽ പറയാൻ പാടില്ല
ആ പേര് പറഞ്ഞാൽ സംഘി മനസ്സാവും, നാടിൻ്റെ ക്രമസമാധാനം തകർന്നു പോവും, മതേതരത്വം തകരും. ഇനി സുപ്രഭാതം പറയുന്ന ഭാഗം വിചിത്രമാണ്. കാരണം ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല വേദനിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. മതേതര കേരളത്തിനെ അമ്പരിപ്പിച്ചു. ഞാനോടത്ത് അച്ഛന് വേദനിച്ച കാര്യം ജോസഫ് ആറ്റിയാലെന്ന് പറഞ്ഞ അച്ഛൻ്റെ നെഞ്ചത്തോടെയാണ് ബൈക്ക് കയറ്റി ഇറക്കിയത്. അച്ഛന് വേദനിച്ചു എന്നുള്ളതായിരിക്കും ഇവർ പറയാൻ പോയത്. ഇവര് പറഞ്ഞത് മതേതര കേരളത്തെ ഈ മുഖ്യമന്ത്രി ഈ ഹുസൈൻ മടവൂരിനോട് നേരെ നടത്തിയ ആക്രോശം മതേതര കേരളത്തിനെ അമ്പരിപ്പിച്ചു. അതാണ് ഈ ആളുകളൊക്കെ കരയുന്നത് കണ്ട് കഴിഞ്ഞ ദിവസം. വേദന കൊണ്ട് കരയായിരുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വികാരിയോ ദൃക്സാക്ഷികളോ നാട്ടുകാരോ കാണാത്ത, ചിന്തിക്കാത്ത തലത്തിലേക്ക് വർഗീയ പ്രചാരണത്തിന് മുഖ്യമന്ത്രി ഈ സംഭവത്തിനെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ്. അതായത് നാട്ടുകാര് ദൃക്സാക്ഷികളും ഒക്കെ വേറെ മതസ്ഥരെ കണ്ടിട്ടുണ്ട്, പക്ഷെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഒരു വർഗീയ ഫാസിസ്റ്റിനെ പോലെ, സംഘപരിവാറുകാരനെ പോലെ ഇതിന് മതത്തിന്റെ നിറം ചാർത്തി കൊടുക്കുന്നു. പൊതുസമൂഹത്തെ ഈ മുഖ്യമന്ത്രിയുടെ പരാമർശം അസ്വസ്ഥമാക്കി. ഈ കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എത്ര വേണേലും താഴ്ന്നു കൊടുക്കാൻ തയ്യാറായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് ഒരൊറ്റ തവണ അദ്ദേഹത്തിൻ്റെ 7.5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഒരൊറ്റ തവണ അദ്ദേഹം സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് പിണറായി വിജയനെ ഈ കൂട്ടർ ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 7 കൊല്ലമായി അദ്ദേഹം മുസ്ലിം പ്രീണനത്തിൻ്റെ ആളാണ്. അതെ, അദ്ദേഹം കാന്തപുരത്തിന് പോയി കാണും, അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ക്രിസ്ത്യൻ ബിഷപ്പുമാരെയൊക്കെ ചീത്ത പറഞ്ഞു എന്നിരിക്കും. അതെ, ഹിന്ദു ആചാര്യന്മാരെയൊക്കെ ചീത്ത പറയും, ഹിന്ദു ദൈവങ്ങളെ ചീത്ത പറയും. അദ്ദേഹത്തിന്റെ സ്പീക്കറായിരുന്ന ആള് ഇല്ലേ, ഗണപതി സെക്രട്ടറി പറഞ്ഞല്ലോ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണ് ഹിന്ദുക്കള്. പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ അന്ധവിശ്വാസത്തിനെ എതിർക്കാം. എല്ലാ വർഷവും വിമാനം കയറിപ്പോയി സാത്താനെ കല്ലെറിയുന്നത് അന്ധവിശ്വാസമല്ല. അല്ല. പിന്നെ പല മാജിക്കുകളും പലതരം ഇതും പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് മാന്ത്രികമായ കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്ന ഒന്നും അന്ധവിശ്വാസം. അതെ, അത് ഈ നമ്മൾ പറയുന്ന അന്ധവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എല്ലാ മതങ്ങളിലുണ്ട്. അപ്പോൾ ഒരു മതത്തിലേ ഉള്ളത് എല്ലാം ശാസ്ത്രീയവും. അദ്ദേഹം ജെറുസലേമിൽ നിന്ന് അവസാനം ഈ സ്വർഗത്തിലേക്ക് പോകും. അതെ, ഇതര മതങ്ങളിലുള്ള എല്ലാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ഒരു ഇരട്ടത്തപ്പ് കേരളം കുറേ ആയിട്ട് കാണിക്കുന്നു. ആ ഒരു പരിലാളന കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന്, ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിവൃത്തികേടുകൊണ്ട് സത്യം തൻ്റെ മുന്നിലുള്ള ഡോക്യുമെൻറ്റ്സ് വെക്കാതെ പരിശോധിക്കാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയില്ല. ആ പൂഞ്ഞാറിലെ സംഭവം അദ്ദേഹം സത്യം പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ഇവർ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു അപ്രഖ്യാപിത സെൻസറിംഗ് ഉണ്ടോ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് മുഖ്യമന്ത്രി പോലും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മേലിലൊരു ഫത്വയല്ലേ അതൊരു ഫത്വയാണ്. കാരണം പേടിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണല്ലോ, ഒരുപാട് കയറിയൊന്നും കളിക്കണ്ട, മുഖ്യമന്ത്രിയോട് പറയുക. അതാണല്ലോ മുഖപ്രസംഗത്തിന്റെ സത്ത. ഒരുപാടൊന്നും കയറി കളിക്കണ്ട, ഞങ്ങൾ കൂട്ടിയാലും കൂടും, ഞങ്ങൾ വിചാരിച്ച കുറെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് ഈ പൂഞ്ഞാർ സംഭവത്തിൽ അറസ്റ്റിലായ ആളുകളെയൊക്കെ മോചിപ്പിക്കണം, കേസൊന്നും പാടില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ അജണ്ട ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കും, ഒരുപാട് കയറി കൊത്തരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് ഈ മുഖപ്രസംഗത്തിൽ കൂടി പറയുന്നത്. എന്ന് മാത്രമല്ല അവർ പറയുന്നത് അവിടെ ദൃക്സാക്ഷികളൊക്കെ മുഖ്യമന്ത്രിക്ക് സാധാരണക്കാർ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് സത്യമറിയാൻ മുഖ്യമന്ത്രിയുടെ സംവിധാനങ്ങളുണ്ടല്ലോ, അതെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നും ഈ മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കൃത്യമായ വിവരം ഞാൻ ആദ്യം പറഞ്ഞൊരു ചോദ്യം, അതായത് സാറ് കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, സാറിൻ്റെയൊക്കെ വഴിയിൽ പിന്നാലെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. സുപ്രഭാതം ഒരു ദിനപത്രമാണ്. നമ്മളെപ്പോലെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിരവധി ജേർണലിസ്റ്റുകളുണ്ട്. അവരെ കൊണ്ട് ജുവനൈൽ അല്ലാത്ത 18 വയസ്സിൽ താഴെ ഉള്ള ആളുടെ പേര് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതിന് മുകളിലുള്ള പ്രതികളുണ്ടല്ലോ, ആ പ്രതികളുടെ പേര്
സമുദായം ഒന്നും പറയണ്ട, പേര് മാത്രം സുപ്രഭാതം ഒന്ന് പ്രസിദ്ധീകരിച്ച് പിണറായി വിജയനെ വെല്ലുവിളിക്കണം. പിണറായി വിജയൻ കള്ളം പറഞ്ഞതാണെന്ന് പറയാം. കേരളത്തിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ കുറേ ആളുകൾ ശ്രമിച്ചത് സത്യമാണെന്ന് തെളിയിക്കണം. അതല്ലേ സാർ വേണ്ടത്? എൻ്റെ തന്നെ അനുഭവത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നീക്കി വെച്ച് വായിക്കൂ എന്ന് പറഞ്ഞു തരികയുണ്ടായി. എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് ഈ ബ്രീഫിംഗ് ഉണ്ട്. ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ ബ്രീഫിംഗ് ഉള്ളതാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മൾ ഈ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവും. ഒരു പക്ഷേ അത് വെറുതെ പിള്ളേര് നടത്തിയ ഒരു റേസിംഗ് ഏർപ്പാടായിട്ട് അല്ലായിരിക്കും മുമ്പിലുള്ളത്. അല്ലാതെ വെറുതെ പിണറായി വിജയൻ പറയത്തില്ല. മാത്രമല്ല അതൊരു പള്ളിക്ക് നേരെയാണ്, അച്ഛന് നേരെയാണ്. ആസൂത്രിതമായ ഒരു കോൺസ്പിറസി അതിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഉണ്ടാകാം. കോൺസ്പിറസിയിലേക്ക് അന്വേഷണം പോകാത്തത് തന്നെ ഒരു പക്ഷേ ഇന്നത്തെ ഭരണം ചെയ്തു കൊടുത്തിട്ടുള്ള ഔദാര്യമാകാനാണ് സാധ്യത. അതും പ്രീണനത്തിൻ്റെ ഭാഗമാകാനാണ് സാധ്യത. നമുക്ക് തോന്നുന്നത് അതിൻ്റെ മുമ്പിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൂടി അന്വേഷിക്കണം. അതല്ല സാർ, ഈരാറ്റുപേട്ടയിൽ കോട്ടയം SP കാർത്തികിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അവിടെ സിവിൽ സ്റ്റേഷൻ്റെ സ്ഥലമുണ്ട്. അവിടെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ഒരു യൂണിറ്റിന് വേണ്ടി അത് വിട്ടുകൊടുത്ത് അവിടെ അത് വേണമെന്ന് കോട്ടയം SP റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഉൾപ്പെടുന്ന ഈരാറ്റുപേട്ട മേഖല ഒരു പ്രശ്നബാധിത സ്ഥലമാണ്. PC ജോർജിന് ഭയങ്കരമായ ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. SP-യുടെ റിപ്പോർട്ട് പോയപ്പോൾ അവിടുത്തെ ഇടതും വല്ലതും SDPM എല്ലാവരും കൂടെ SP-ക്ക് എതിരെ കുതിര കയറിയിട്ട് അവസാനം ആ റിപ്പോർട്ടിൽ ഈ ഭാഗം മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ സാർ ഇത് പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന എന്നാൽ ആശ്വസിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. കാരണം ഇവിടെ ആ പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിലേക്ക്, സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക്, പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് ഒരു പറ്റം ചെറുപ്പക്കാർ കാറുകളും ബൈക്കുകളുമായി നടത്തിയ റേസ് ഒരു പള്ളി കോമ്പൗണ്ടിലേക്കാണ്. ആരാധന നടക്കുമ്പോഴായിരുന്നു എന്നും പറയപ്പെടുന്നു. നടക്കുന്നു. അതിനെ തടയാൻ വന്ന വികാരിയെ, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ആറ്റിച്ചാൽ എന്നാണ്, അദ്ദേഹത്തെ ബൈക്ക് ഇടിച്ച് വീഴിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മീതെ വണ്ടി കയറ്റി ഇറക്കുന്നു. ഇത്രയും സംഭവങ്ങളുണ്ടായി. ഇത് അവിടെയുള്ള ഒരു മോസ്കിലാണ് നടന്നതെങ്കിൽ കേരളം കത്തുമായിരുന്നു, ഒരു സംശയമില്ല. സകല സംഘടനകളും ഇത് നമുക്ക് ശ്രീറാം മറ്റേ വെങ്കട്ടരാമന്റെ അനുഭവം നോക്കുക. അദ്ദേഹത്തിന് ഇവിടെ ഒരു ജില്ലയിൽ കളക്ടറായിട്ടിരിക്കാൻ പറ്റില്ല. ഒരു അപകടം മനഃപൂർവ്വം ആരെയും ഇടിച്ചു കൊന്നല്ലോ, അപകടമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം, തെറ്റുണ്ടെന്ന് തന്നെ കരുതുക. പക്ഷെ അദ്ദേഹത്തിന് ഒരു കളക്ടറായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അദ്ദേഹം സർവീസിലുണ്ടെങ്കിൽ ആ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന ജോലികളൊക്കെ നിർവഹിക്കാൻ പാടില്ല. മതസംഘടനയാണ്. എന്തിനാണ് പിണറായി വിജയൻ അന്ന് അവർക്ക് വഴങ്ങിക്കൊടുത്തത്? അപ്പോൾ അത് ഒരു തവണ നമ്മൾ വഴങ്ങിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, അടിമയായി. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മുസ്ലിം പള്ളിയിലേക്കായിരുന്നു, അതുപോലെ ഹിന്ദു ക്ഷേത്രത്തിലേക്കായിരുന്നു. മുസ്ലിം ചെറുപ്പക്കാർ ഇതുപോലെ വാഹനങ്ങളുമായി വന്നിട്ട് അഭ്യാസം നടത്തി ആ ക്ഷേത്രത്തിലെ പൂജാരിയെ ഇടിച്ചു വീഴ്ത്തി. കേരളത്തിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹിന്ദുവായ പൂജാരി അടികൊണ്ട് ആശുപത്രി കിടക്കും. വേണ്ടി വന്ന അമ്പല കമ്മിറ്റിക്കാരും പ്രതികളാവും. അത് തന്നെ. പക്ഷേ ഇപ്പോൾ ഹിന്ദുക്കൾ ഒറ്റയ്ക്കല്ല. ഹിന്ദുക്കളുടെ ഇതേ പരിതാപകരമായ ദയനീയാവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളും എത്തിച്ചേർന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ സുനിൽ പറഞ്ഞ ഭാഗത്ത് ഞാനൊരു 2-3 കൊല്ലം മുമ്പ് ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെയുള്ള ഒരാൾ ഈ പണ്ട് ഈ വാര്യൻകുന്നിൻ്റെ ബാപ്പയും ഈ അമ്പലമൊക്കെ ആക്രമിക്കാൻ പോയിരുന്ന ആളാണ്. വാര്യൻകുന്നത്ത് കുഞ്ഞാമത് ആഴ്ചയുടെ ബാപ്പ. ആ കാലത്ത് അദ്ദേഹത്തിനെതിരെ പോലീസൊക്കെ കേസെടുത്തു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു എന്നും അദ്ദേഹത്തിന് ആ ഈരാറ്റുപേട്ട ഭാഗത്ത് ഒരു ബീവിയും കുറച്ച് മക്കളും ഉണ്ടായി എന്നും അതിലൊരാളാണ്, കൊച്ചുമകനാണ് ഞാനെന്നും പറഞ്ഞിട്ടൊരാൾ പുസ്തകം എഴുതിയിരുന്നു. DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തും ഒരു മാപ്പിളകളിലൊരു വലിയ ഹീറോ ആണല്ലോ അവിടെ. ചിത്രങ്ങളും ഒക്കെ ഇപ്പൊ വ്യാജമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒറിജിനൽ ചിത്രം കണ്ടാൽ കരഞ്ഞു പോകും നമ്മള്. അതെ 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 അത് ഒരു ചലച്ചിത്ര നടന്റെ ഛായയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അടുത്ത കാലത്ത് മലബാറിൽ മരിച്ചുപോയ ഒരു ഹാസ്യ നടൻ. അപ്പോൾ
ഇങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ പോലും ഉള്ള പ്രദേശമാണ് ഇപ്പൊ ഈരാറ്റുപേട്ട. അതെ. ഏത് ഈ പാരമ്പര്യം അതെ അതെ ഒരു വലിയ നായകന്റെ മാപ്പിള ലഹള വൃത്തികെട്ടൊരു പ്രക്ഷോഭമായിരുന്നു അത്. ഹിന്ദു വിരുദ്ധം. അതിൽ നായകനായിരുന്ന ഒരാളുടെ കുടുംബമാണ് ഞങ്ങൾ എന്ന് പറയാൻ. എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ട് ഇവിടെ. ഹിന്ദു പത്രത്തിൽ അതിനെപ്പറ്റി വലിയ റിപ്പോർട്ട് ആ കുടുംബത്തിനെ പറ്റിയൊക്കെ വന്നിരുന്നത് ഞാൻ വായിച്ചിരുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. അതിനിടയ്ക്ക് ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു സന്ദേശമുണ്ട്. പിണറായി വിജയൻ ആവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ, ഹിന്ദു മതത്തിൽ ജനിച്ചു പോയ ഒരാൾ എത്ര കണ്ട് മുസ്ലിം പ്രീണനം നടത്തിയാലും എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അവരെ ഇവർ സംഖ്യയാക്കും. കാരണം ഇവരൊക്കെ ജന്മം കൊണ്ട് കാഫിറുകളായിട്ട് തന്നെയാണ് ഈ കൂട്ടർ കരുതുന്നത്. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമോഫോബിയാണ് പിണറായി വിജയനെന്ന് മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇസ്ലാമോഫോബിയ എന്ന് സാധാരണ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് സംഖ്യകളെ പറ്റിയൊക്കെയാണല്ലോ. സാർ അതിന് കാരണമുണ്ട്. പിണറായിയുടെ പേര് വിജയൻ എന്നാണ്. എന്തൊക്കെ പറഞ്ഞ എത്ര കമ്മ്യൂണിസ്റ്റ് ആയാലും പിണറായി വിജയൻ ജനിച്ചത് ഹിന്ദു മതത്തിലാണ്. മകളുടെ ഭർത്താവ് മുസ്ലിം അല്ലേ? അതുകൊണ്ട് കാര്യമുണ്ടോ? പിണറായി വിജയന്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് പിണറായി വിജയനെ അവസാനം ഹിന്ദുവായിട്ടൊക്കെ നടക്കുള്ളൂ. ഹിന്ദുവാണെങ്കിൽ സംഘിയാണ്, സംഘിയാണെങ്കിൽ ഫാസിസ്റ്റാണ്, ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലായിപ്പോയി ഈ സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം. അതെ, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ കൂട്ടുചേരുന്നത് വോട്ടിന് വേണ്ടി. അല്ല, സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ തയ്യാറായി മുന്നോട്ട് വരണം. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് മതസംഘടനയാണെങ്കിലും. അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധരെ വളർത്തി പരിപോഷിപ്പിച്ച് വലിയ വൃക്ഷങ്ങളാക്കി മാറ്റുന്ന പ്രവണതയാണ് ഇപ്പോൾ ഈ സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം വെളിവാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കി പിണറായി വിജയൻ ഇത്തരം സത്യങ്ങൾ ഇനിയും വിളിച്ചു പറഞ്ഞാൽ നാടിന് നന്ന്. പക്ഷെ സംഘി എന്നുള്ള പേര് വരും. അതിപ്പോ തന്നെ മുദ്ര ചാപ്പ കുത്തി കഴിഞ്ഞല്ലോ. അപ്പൊ നാളെ ഇങ്ങോട്ട് നിങ്ങൾ ചാപ്പ കുത്തി, ഞങ്ങൾ അങ്ങോട്ടും കുത്തുന്നു. നാളെ വിജയൻജി എന്ന് വിളിക്കേണ്ടി വരുമോ? പലരും ആ വഴിയിലേക്ക് വരുന്നുണ്ടല്ലോ. അതെ, വിജയൻ ഇത് മനസ്സിലാക്കിയാൽ ദ ഏർലിയർ ദ ബെറ്റർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.